മരണശേഷവും മൃതദേഹം ഏറ്റെടുക്കാൻ ആരുമില്ലാത്തതുമൂലം ജീവകാരുണ്യ പ്രവർത്തകർ ഏറ്റെടുത്ത് സംസ്കരിച്ചു. നാളുകൾക്ക് മുമ്പാണ് അന്യസംസ്ഥാനക്കാരനായ പ്രഭുലാൽ എന്ന പേരു നൽകിയ 70 വയസ്സിനോളം പ്രായമുള്ള ഒരു വയോധികൻ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയത്. തുടർന്ന് കൊല്ലത്ത് ആശുപത്രിയിൽ തന്നെ ചികിത്സ തുടർന്നു. ഡിസ്ചാർജ് ചെയ്തിട്ടും പോകാൻ ഒരു ഇടമില്ലാതെ അയാൾ അവിടെ തന്നെ തുടരുകയായിരുന്നു. തുടർന്ന് ആശുപത്രി ജീവനക്കാർ ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേശന്റെ സഹായം തേടി. ഗണേശൻ എത്തിയ ഇയാളെ താൽക്കാലികമായി മയ്യനാട് പ്രവർത്തിക്കുന്ന SS സമിതി അഭയകേന്ദ്രത്തിൽ എത്തിക്കുകയായിരുന്നു. പ്രഭുലാൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ, നമ്മുടെ 70 വയസ്സുകാരൻ, നമ്മുടെ വഴിയോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നെയായിരുന്നു. അയാളെ അലഞ്ഞു തിരിഞ്ഞ് കടന്നു നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനമായ ഗണേശനും ബാബുവും ശ്യാമും കൂടെ ചേർന്ന് ഇവരെ എടുത്ത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്ന് അവിടെ കിടത്തി. അവിടെ നിന്ന് കുറേ ഭേദപ്പെട്ടപ്പോൾ അനാഥനായി കണ്ട് SS സമിതി കൊണ്ടുവന്നാക്കി. ജീവകാരുണ്യ പ്രവർത്തനായ ഗണേശനും ശ്യാമും ബാബുവും എല്ലാം ബാബുച്ചേട്ടനെല്ലാം ചേർന്ന് കൊണ്ടുവന്ന് SS സമിതിയിലാക്കി. SS സമിതി കിടന്ന് മരണപ്പെട്ടു. അവിടുന്ന് തിരിച്ച് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് മോർച്ചറി വെച്ചിരുന്നു. 15 ദിവസമായിട്ട് ഇതിൻ്റെ ആരും അന്വേഷണത്തിന് വരാത്തതുകൊണ്ട് ഇതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ, പേപ്പർ വർക്കുകളെല്ലാം ചെയ്ത് ഗവൺമെൻറ് ഇടപെട്ട് SS സമിതിയുടെ സഹായത്തോടു കൂടി ഈ ബോഡി എടുത്തു കൊണ്ടുവന്ന് മുളങ്കാട് മശാനത്ത് ഭൂവിദാനം ചെയ്യാൻ വേണ്ടി ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഗണേശനെയും ശ്യാമിനെയും ബാബുച്ചേട്ടനെയും എല്ലാവരെയും ഞങ്ങൾ കൃതജ്ഞതയോടെ അനുസ്മരിക്കുന്നു. അത് ഭൂവിദാനം ചെയ്യാനുള്ള എല്ലാ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. എന്നാൽ പിന്നീട് അസുഖം മൂർച്ഛിച്ച ഇദ്ദേഹം മരണപ്പെടുകയായിരുന്നു. തുടർന്ന് മൃതശരീരം ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പത്രങ്ങളിലും പലയിടങ്ങളിലും മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കുന്ന വിവരം കാണിച്ച് പത്രവാർത്തകൾ നൽകി. എന്നാൽ ആരും തന്നെ എത്തിയില്ല. 14 ദിവസം പിന്നിട്ടതോടുകൂടി ജീവകാരുണ്യ പ്രവർത്തകരായ ഗണേശും ബാബുവും ടൈറ്റസ് കടത്തുകാരനും ശ്യാം ഷാജി എന്നിവരൊക്കെ ചേർന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെയും നഗരസഭയുടെയും പോലീസിന്റെയും അനുമതി നേടിക്കൊണ്ട് മൃതശരീരം ഏറ്റെടുത്തു. പിന്നീട് 4 പേരും ചേർന്ന് മുളങ്കടാകം ശ്മശാനത്തിലെത്തി അന്ത്യകർമ്മങ്ങൾ നടത്തി മൃതശരീരം മറവു ചെയ്തു. ഇതിന്റെ എല്ലാ ചെലവുകളും ഇവർ തന്നെയാണ് വഹിച്ചത്. തെരുവോരങ്ങളിൽ മരണപ്പെടുന്നവരുടെയും അനാഥമായി നാളുകൾ പിന്നിട്ടിട്ടും ബന്ധുക്കൾ എത്താത്ത മൃതശരീരങ്ങളും ഗണേശനും കൂട്ടുകാരും ചേർന്നാണ് മറവു ചെയ്യാറുള്ളത്. ഇവർ ഉള്ളപ്പോൾ ആരും അനാഥരായി മരിക്കുന്നില്ല, സനാഥരായാണ് മരിക്കുന്നത് എന്നൊരു ചൊല്ലുകൂടി കൊല്ലത്തുണ്ട്.